നിന്നും പടിഞ്ഞാറ് നിന്നും കൂട്ടിവരുത്തിയ വിശുദ്ധന്മാർ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹൃദയത്തിൽ പാട്ടുപാടുന്നത് ആനന്ദകരമായ കാര്യമാണ്. കർത്താവ് പരിശുദ്ധാത്മായ നമ്മുടെ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാവ് മറ്റുള്ളവരെക്കുറിച്ച് കണ്ടിട്ട് അവരുടെ ദയനീയമായ അവസ്ഥ കണ്ട് അവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം ഇങ്ങനെ പറഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ കണ്ടപ്പോൾ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറഞ്ഞു. തൻ്റെ അശുദ്ധ നാദരങ്ങളെ ആ തീക്കനലെടുത്ത് തൊട്ട് തന്നെ വിശുദ്ധീകരിച്ചു. അപ്പോഴാണ് യെശയ്യാവ് പറയുകയാണ്, ആരെയാണ് ഞാൻ അയക്കേണ്ടത്? അടിയനിതാ ഞാനുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറയാതെ നമുക്കൊരു ജീവിതം അസാധ്യമാണ്. ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പാടിയത്: നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നമ്മളത് അർത്ഥം ചിന്തിച്ചായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചായിരുന്നു. നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദം. എന്നും സന്തോഷത്തിൻ്റെ പരിപൂർണത പ്രമോദങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ കർത്താവിൻ്റെ സന്നിധി വിട്ട് മാറിപ്പോകുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചു, കർത്താവേ, എനിക്കിങ്ങനെ സന്നിധിയിൽ നിന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല. എപ്പോഴും അങ്ങനെ സന്നിധി വസിപ്പാൻ എനിക്ക് കൃപ തരണമേ. എപ്പോഴാണ് മാറിപ്പോകുന്നറിയാമോ? എൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് ഞാൻ മാറിപ്പോകുന്നത്. എൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ മാറിപ്പോകും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തെ ത്യജിക്കുന്നവർക്ക് ഈ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും പോകാൻ കഴിയുള്ളൂ. ഞാനത് വളരെ ആഗ്രഹിച്ചു, കർത്താവേ, എല്ലാ സമയത്തും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് എപ്പോഴും സന്തോഷിക്കും. എവിടെ കിടന്നുകൊണ്ടാണ് പറയുന്നത്? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഞാനത് പിന്നെയും പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കും. കർത്താവെ, ഈ 63-ാം സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു. ദാവീദ് മനോഹരമായ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി അതൊക്കെ കുറേയൊക്കെ അനുഭവിച്ചു, രുചിച്ചു. എങ്കിലും പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം തന്നിരിക്കുന്ന നിലയിലുള്ളതൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിൻ്റെ അവസ്ഥ. പുതിയ നിയമത്തിൽ നമുക്ക് യേശുക്രിസ്തു കൂടെ നൽകിയിരിക്കുന്ന ആ കൃപയുടെയും ആത്മാവിൻ്റെയും സമ്പന്നത നമ്മെ കർത്താവിനോട് കൂടെ ജീവിക്കാനായിട്ടിടയാകുകയും. അതുകൊണ്ട് കർത്താവെ, എന്നും രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനാൽ എന്നെ നടത്തണം, എന്നെ നിറയ്ക്കണം. ഇന്ന് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നടക്കുവാൻ എനിക്ക് കൃപ നൽകണം. അതെൻ്റെ വായിലെ വാക്കുകളിൽ കൂടെ വരുന്നത് എന്താണെങ്കിലും അത് കൃപയുടെ വാക്കുകളായിരിക്കണം, പരിശുദ്ധാത്മാവിനാലുള്ള വാക്കുകളായിരിക്കണം. അതാരെങ്കിലും അല്ലേ, എത്ര സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നറിയോ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. നമ്മൾ ഭവനത്തിലൊക്കെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഊടുമേശയിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വിമർശിക്കാറുണ്ടോ? അല്ല, ദൂരെയുള്ളവരെയൊന്നും അല്ല, നമ്മുടെ സഹോദരങ്ങളൊക്കെ. നമ്മൾ തലേ ദിവസം ചിന്തിച്ചു നോക്കിക്കോ, ഇങ്ങനെ പാടിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു, ഇങ്ങനൊരു സങ്കീർത്തനം വായിച്ചെന്ന് വിചാരിച്ചു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അതേ നാവുകൊണ്ട് അന്യോന്യം ദൂഷണം പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ ജീവിതം എത്ര പരിതാപകരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവിനെ നമ്മൾ പാടിയതുപോലെ ആ തീ കൊണ്ട് നാവിനെ ഒന്ന് തൊടണമേ കർത്താവ്. ആ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവ്. എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറഞ്ഞ് വരുമ്പോൾ എന്തുവാണ് ചെയ്യുന്നത്? ചില വിധി പ്രസ്താവനകൾ അറിയാതെ വന്നിട്ടുണ്ട്. എനിക്കത് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കരുതേ കർത്താവേ എന്ന് എങ്കിൽ അത് നമുക്ക് ആ ഒരു ഹൃദയത്തിൽ
വിമർശനവും വന്നുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹിക്കാൻ കഴിയത്തില്ല. അത് കാപട്യമാണ്. അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ പറഞ്ഞെങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അതായത് ചെറിയ ചെറിയ കൂട്ടങ്ങൾ അവിടെ തുടങ്ങി. അത് ചിലരൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു, ചിലർക്ക് പറ്റിയില്ല. അത് കൂടിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് നാം യഥാർത്ഥമായി കർത്താവിനെ അന്വേഷിച്ചാൽ നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവായിരുന്നപ്പോൾ കർത്താവായിരുന്നു ലോകത്തിൻ്റെ വെളിച്ചം. കർത്താവ് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളാണ് വെളിച്ചം. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിൽ എന്തെങ്കിലും അത് ആ ഉണ്ടെന്ന് വായിക്കാമോ? എന്തെങ്കിലും പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുക. ഇത് പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നാൽ അത് പൂർണ്ണമാകുമെന്ന്. ഏതാണ്? ക്രിസ്തുവിൽ ഒരു പ്രോത്സാഹനം. ഇതിനകത്ത് പ്രോത്സാഹനം നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രബോധനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ കൂടെ ഇങ്ങനെ പറഞ്ഞാലേ അത് പ്രബോധനമാകുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ ഒരൊറ്റ വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉത്സാഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉരുവായി വരുവാൻ തക്കവണ്ണം ചോദിക്കുകയാണ്, നിങ്ങളിൽ ഉണ്ടോ? ക്രിസ്തുവിൽ എന്തെങ്കിലും പ്രോത്സാഹനമുണ്ടോ? സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ആശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ ആ കൂട്ടായ്മ സഫലമാക്കുവാനായിട്ടാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഏക മനസ്സ്, ഏക ഹൃദയം, ആത്മാവിൻ്റെ ഐക്യത, ഏക ലക്ഷ്യം. അങ്ങനെയാണ് അന്യോന്യം നമുക്ക് സന്തോഷം. അതായത് മറ്റുള്ളവരുടെ ആത്മീയ വർധന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷവും ഒരു എരിവും ഉണ്ടാകും, ഇല്ലേ? മറ്റുള്ളവർ വെളിച്ചത്തിൽ നടക്കുന്നത് കാണുമ്പോൾ നമുക്കും വെളിച്ചം ലഭിക്കും. മറ്റുള്ളവർ ക്ഷീണത്തിലാണെങ്കിൽ അത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തണുപ്പും ഒരു പ്രയാസവും ഒരു ദുഃഖമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി ഒരു കാര്യം അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എത്തിക്കൊള്ളു. അതായത് നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു കാര്യമാണ് ശാഠ്യമോ ദുരഭിമാനമൊക്കെ. ഈ ദുരഭിമാനം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. അതായത് എന്നെ പരിഗണിക്കുന്നു, ആ സഹോദരനെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ആ സഹോദരനെ പരിഗണിച്ചു, എന്നെ പരിഗണിച്ചില്ല. അപ്പോൾ എൻ്റെ ആ അഭിമാനത്തിന് എന്തോ ഒരു കുറവ് അവർക്ക് തോന്നിയിട്ടാണോ എന്നെ അങ്ങനെ പരിഗണിക്കാതെ ഇരുന്നതെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരും. അപ്പോൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മിണ്ടിപ്പോരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്, നിശബ്ദമാകണം എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളു. അങ്ങനെ എണ്ണണം. അതായത് എന്നെ പരിഗണിച്ചില്ല, അവരെ പരിഗണിച്ചു, അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ആ ശാഠ്യം, ആ കലഹം, ആ പ്രയാസം, ആ നെടുവീർപ്പ്, അതിനെയെല്ലാം മരണത്തിലേക്ക് വിട്ട ശേഷം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ അന്വേഷിക്കണം, നോക്കണം. ഇതെല്ലാം പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യാതെ നമുക്ക് സന്തോഷിപ്പാൻ കഴിയത്തില്ല. കർത്താവിനെ നമ്മൾ അനുസരിക്കാതെ നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസവും കർത്താവിനോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നാം അതിന് തന്നെ
ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 16 ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാം ചെയ്യുകയും, അല്ലേ? നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിൻ്റെ കുറ്റമറ്റ മക്കളുമായി വക്രതയും വഷളത്വവും നിറഞ്ഞ അവരുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കുകയും. എന്ന് പറഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരായി, പരമാർത്ഥികളായി, നിഷ്കളങ്ക മക്കളായി അങ്ങനെയാണ് വെളിച്ചം പ്രകാശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലാണ്, അതായത് കർത്താവ് നമ്മളിൽ വസിക്കാറ്. നമ്മളങ്ങനെ ഒരു ലൈൻ പാടിയല്ലോ, ഒരു ലൈൻ അങ്ങനെ പാടി, പാട്ടൊക്കെ അന്നേരം വന്നു, വരികൾ പിന്നെ ഓർക്കയില്ല. പാട്ടറിയാം, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാണാതെ പാടുകയും ചെയ്യാം, പക്ഷെ വരികളും മറന്നു പോകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് ഈ ജീവിതം സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നെങ്കിലേ നമുക്ക് ഈ ജീവിതം സാധ്യമാകുകയുള്ളൂ. കറയും ചുളുക്കവും ഒന്നുമില്ലാതെ. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് നമ്മൾ മീറ്റിംഗ് കഴിയുമ്പോൾ മീറ്റിംഗ് തീർന്ന എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനിടയാകുമാറ് ഒരു വാക്യം നമ്മൾ പറയാറുണ്ട്. അത് വാക്യമായിട്ടല്ല നമ്മൾ കാണുന്നത്, അതിനെ ആശീർവാദം എന്നാണ് വിളിക്കുന്നത്. വാക്യമായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആശീർവാദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിരിഞ്ഞു പോകാനുള്ള ഒരു സമയമായിട്ട് അതിനെ കാണരുത്. അതൊരു വചനമാണ്, ഒരു ബ്ലെസ്സിങ്ങാണ്. എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇതുണ്ടെങ്കിൽ 1-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ച് വായിച്ച് ശ്രദ്ധിച്ച് വായിച്ച് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ, രണ്ടാമത് പറയുന്നത് പിതാവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം നമ്മൾ ലഭിച്ചുകൊണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർദ്രതയുള്ളവരായി, മനസ്സുള്ളവരായി, ഏകചിന്തയുള്ളവരായി ഇങ്ങനെയൊക്കെയാണ് കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പിരിഞ്ഞു പോകാനുള്ള ഒരു വാക്യമായിട്ട് നമ്മളതിനെ കാണരുത്, ആശീർവാദം കാണരുത്. ഞാൻ ഈ ആശീർവാദമൊക്കെ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഏതാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഞങ്ങൾ ഇറങ്ങി വന്ന് നിങ്ങളോട് വസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ വാസം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9, 10 പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനെ ശ്രദ്ധിച്ച് വായിച്ചാലേ അതിൻ്റെ ആ മനോഹാരിത കാണാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനായിരിക്കുന്ന യേശുവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു
എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. എന്തിനാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട്. ഞാൻ 10-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്നേഹത്തിൽ വസിക്കാൻ കഴിയുന്നത്? കൽപ്പനകൾ. ഏതൊക്കെ കൽപ്പനകളാണ്? ഈ വചനത്തിൽ തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും കർത്താവ് തന്ന കൽപ്പനകളാണ്. അതിൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല. അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ വചനങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിലായിരിക്കും നടക്കുന്നത്, വസിക്കുന്നത്. 11-ാം വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലായിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്തൊരു വാക്യമാണ്! അതായത് എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അതൊന്നും വേണ്ടേ? കർത്താവിൻ്റെ സന്തോഷം നമുക്ക് തരാമെന്ന് വേണ്ടേ? ആരുടെ മുഖത്തൊരു അതിനൊരു പ്രസാദം പോലും കാണുന്നില്ലല്ലോ. വേണ്ടേ? എനിക്കത് വേണം കർത്താവ്, എനിക്കത് വേണം. അത് പറയാം നമ്മളെല്ലാവരും. ഞാൻ അതിൽ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നതെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ വ്യത്യസ്തരായിരിക്കുന്ന സ്വഭാവക്കാരാണ്. അങ്ങനെ സ്നേഹിക്കാൻ വലിയ പാടാണ്. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ വരുമ്പോഴാണ് മറ്റുള്ളവരെ ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും കഴിയുന്നത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളുടെ എൻ്റെ റിലേറ്റീവ്സിനെ ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും സൗഹൃദമുണ്ട്. പക്ഷേ ആത്മീയ കൂട്ടായ്മയിലുള്ള ആ സന്തോഷം, ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ സന്തോഷത്തിൻ്റെ ഒരു സംഭവമല്ല. അതാണ് നിലനിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും ദൈവരാജ്യത്തിൽ കർത്താവിനോടൊത്ത് പ്രതിബോധനം ചെയ്യേണ്ടവരാണ്. അവിടെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മളായിരിക്കേണ്ടതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം നാം പൂർണ്ണമായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തെ ത്യജിച്ചേ പറ്റും. അത് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നാളെ നമ്മൾ കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണുമ്പോൾ അതിനെ നിഷേധിച്ചാലേ നമുക്ക് കർത്താവിനോട് കൂടി ആയിരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പാപത്തെ കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു തരും. നമ്മൾ വീഴുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ദുഃഖിക്കുകയല്ല വേണ്ടത്. എഴുന്നേൽക്കുക, ക്ഷമ ചോദിക്കുക, ക്ഷമ കിട്ടുകയും ചെയ്യും. കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുകയില്ല എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ക്ഷമിച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. അത് പിതാവിനോട് മാത്രം ക്ഷമിക്കുന്ന കാര്യമല്ല, പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന കാര്യമല്ല. അത് നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് അല്പപ്രയാസമുള്ള കാര്യമാണ്. അല്പപ്രയാസം എന്ന് പറയുന്നത് നാം നമ്മുടെ ജീവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാൻ പറ്റിയത്. നാം നമ്മുടെ ജീവനെ നിഷേധിച്ചാൽ നമുക്കത് പറയാൻ പറ്റും. എളുപ്പമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം കഴിയുകയില്ല. നാം അങ്ങനെ ഒരു സങ്കല്പത്തിൽ ജീവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ആ സത്യത്തിൻ്റെ വചനത്താൽ നാം സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കുകയാണ്.
അത് ദിവസവും അത് നടക്കുന്നൊരു ക്രിയയാണ്. എല്ലാ ദിവസവും നടക്കുന്ന ഒരു ക്രിയയാണ്. അങ്ങനെയാണ് നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളർച്ച കിട്ടുന്നില്ല. നമുക്ക് പാട്ടുപാടാം, പ്രാർത്ഥിക്കാം, ഷെയർ ചെയ്യാം, വചനം പ്രസംഗിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ അനുദിനമായിരിക്കുന്ന നമ്മുടെ നടപ്പിൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമുക്കത് നഷ്ടം സംഭവിക്കും. നാം നഷ്ടപ്പെടും. കർത്താവിൻ്റെ ആയാസനത്തിന് മുമ്പാകെ ഭീമാസീറ്റ് എന്നാണ് പറയുന്നത്. ഭീമാസീറ്റ് അവിടെ നാം ചെല്ലേണ്ടി വരും. അവിടെ നമ്മുടെ കണക്കുകൾ, നമ്മുടെ തന്നെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ഒരു ടേപ്പ് പോലെ നമ്മളെ കേൾപ്പിക്കും. നമുക്കവിടെ ന്യായവും ന്യായീകരണങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭയത്തോടും ഉപറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും. രക്ഷയ്ക്കായി നമ്മളെന്തെങ്കിലും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഇച്ഛയും ആ പ്രവൃത്തിയും ചെയ്യുവാൻ നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിനോട് കൂടി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതം നിറഞ്ഞതായിരിക്കും. അങ്ങനെ പോകാതിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.